ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇഡ്ലിയുടെ റെസിപ്പി നോക്കാം. ഈ ഒരു ഇഡ്ലിക്ക് നമ്മൾ ഖുഷ്ബൂ ഇഡ്ലി എന്നാണ് പറയുക. ഇത് നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇഡ്ലിയുടെ റെസിപ്പിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള അരിയും ഉഴുന്നൊക്കെ ഒന്ന് കുതിർക്കാനായിട്ട് വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇഡ്ഡലി അരിയാണ്. ഇഡ്ഡലി അരിക്ക് പകരം പച്ചരി എടുത്താലും മതി. അപ്പോൾ ഒരു 2 കപ്പ് ഇഡ്ഡലി അരി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ 250 ml മെഷറിംഗ് കപ്പിൻ്റെ അളവിനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് കപ്പിൽ തന്നെ എടുക്കണമെന്നൊന്നുമില്ല, നമുക്കിത് ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ബൗളിലോ കളന്നെടുത്താലും മതി. ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് ഒരു 1/2 കപ്പ് ഉഴുന്നിട്ട് കൊടുക്കുക. ഇതിപ്പോൾ 125 ml കപ്പിന് ഒരു കപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഉഴുന്നും അരിയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വേണം കേട്ടോ സോക്ക് ചെയ്തെടുക്കാൻ. ഇനി ഈ ഉഴുന്നിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 1 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഉഴുന്നും ഉലുവയും ഒരുമിച്ച് തന്നെ സോക്ക് ചെയ്തെടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് കുതിർക്കാനായിട്ട് വെക്കേണ്ടത് ചവ്വരിയാണ്. ചവ്വരിക്ക് നമ്മൾ സാബൂനരി അല്ലെങ്കിൽ സാഗോ എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഒരു ചവ്വരി ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് ചവ്വരി നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മൂന്നും നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ ഒരു 3-4 പ്രാവശ്യമൊക്കെ എല്ലാം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇപ്പോൾ അരിയും ഉഴുന്നും ചവ്വരിയൊക്കെ നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കത് കുതിർക്കാൻ വെക്കാം. അപ്പോൾ അത് നമ്മൾ സോക്ക് ചെയ്യാനായിട്ട് എടുക്കുന്ന വെള്ളം നല്ല വെള്ളം തന്നെ ആവണം. ആ വെള്ളത്തിലാണ് നമ്മൾ ഈ അരി ഉഴുന്നൊക്കെ അരച്ചെടുക്കുക. നമ്മൾ സോക്ക് ചെയ്യാൻ എടുക്കുന്ന വെള്ളത്തിൽ തന്നെ ഇതൊക്കെ അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാവ് പൊങ്ങി കിട്ടാനൊക്കെ നല്ലതാണ്. അപ്പോൾ നല്ല വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് തന്നെ നമുക്കിത് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ഇത് മൂന്നും നമുക്ക് ഒരു 5 മുതൽ 6 മണിക്കൂർ വരെ സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. അത്രയും സമയം വെച്ചാലാണ് ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടുള്ളൂ, അതുപോലെ മാവ് നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് അരി ഉഴുന്നും ആവശ്യത്തിനനുസരിച്ച് ഈ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അരച്ചെടുക്കാം. അരി ഉഴുന്നും ചവരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഓരോന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഇതിലെ വെള്ളം നമുക്ക് നന്നായിട്ട് ഊറ്റിയെടുക്കണം. എന്നിട്ട് ഈ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ അരച്ചെടുക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ഈ വെള്ളം ഒന്ന് ഊറ്റിയെടുക്കാം. ഇപ്പോൾ ഇതിലെ വെള്ളം മുഴുവനും നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അരച്ചെടുക്കുന്നത് മിക്സിയിലാണ്. ഗ്രൈൻഡർ കയ്യിലുള്ളവർ ഗ്രൈൻഡറിൽ തന്നെ അരച്ചെടുത്താൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഉഴുന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള വെള്ളത്തിൽ നിന്ന് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഉഴുന്ന് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉഴുന്ന് അരച്ചെടുക്കുമ്പോൾ എപ്പോഴും നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. ഒട്ടും തരികളില്ലാത്ത രീതിയിൽ നന്നായിട്ട് വേണം അരച്ചെടുക്കാൻ. പിന്നെ നമ്മളിനി ഇത് അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം ആവശ്യമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതി. ഇപ്പോൾ ഉഴുന്ന് നമ്മളിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല ഫൈനായിട്ട് വേണം അരച്ചെടുക്കാൻ. ഇനി ഈ മാവ് നമുക്ക് കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് അരിയും ചവ്വരിയും കൂടിയിട്ടാണ് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ജാറിൽ അത് രണ്ടും മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് അരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് പകുതി വീതം ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ചവ്വരി ഇപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അരച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പകുതി ചവ്വരി നമ്മളിനി അടുത്ത പ്രാവശ്യം അരി അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലിട്ടിട്ട് അരച്ചെടുത്താലും മതി. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മൾ ഉഴുന്ന് അരച്ചെടുത്ത പോലെ തന്നെ വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതി. ഇപ്പോൾ അരിയും ചവ്വരിയും നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഉഴുന്നിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് നമ്മൾ മാവ് റെഡിയാക്കുമ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള രീതിയിലാണ് കേട്ടോ വേണ്ടത്. അപ്പോഴാണ് ഇഡ്ഡലി നന്നായിട്ട് കിട്ടുള്ളൂ. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി വരുന്ന അരി അരച്ചെടുത്തിട്ട് ഈ മാവിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് ഈ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് നമ്മൾ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുകയാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ മാവ് പൊങ്ങി വന്നതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാവിൽ കുറേ എയർ ബബിൾസ് ഉണ്ടാവും ആ സമയത്ത്. അപ്പോൾ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ മാവ് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ എയർ ബബിൾസൊക്കെ താഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇഡ്ഡലി അങ്ങനെ നന്നായിട്ട് പൊങ്ങി വരില്ല. അപ്പോൾ ഈ സമയത്തിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാവ് പൊങ്ങി വന്നാൽ നമുക്ക് ഒരുപാട് അങ്ങോട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇഡ്ഡലി നന്നായിട്ട് കിട്ടും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എപ്പോഴും നമ്മൾ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ മാവ് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. അപ്പോഴാണ് മാവ് നല്ല രീതിയിൽ പൊങ്ങി വരുള്ളൂ.
അപ്പോൾ മാവ് നമ്മളിവിടെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണുള്ളത്. അതായത് ഒരുപാട് തിക്കാവാനും പാടില്ല, എന്നാൽ നല്ലോണം ലൂസാവാനും പാടില്ല. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഏകദേശം ഒരു 2 കപ്പിനടുത്ത് വെള്ളമാണ് കേട്ടോ അതിൽ ചേർത്തിട്ടുള്ളത്. ഈ ഒരു തിക്നെസ്സോട് കൂടിയിട്ടുള്ള മാവാണ് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ഇനി നമുക്കത് അടച്ചു വെച്ചതിന് ശേഷം ഒരു 8 മുതൽ 10 മണിക്കൂർ സമയം ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കാം. പിന്നെ ഈ ഫെർമെൻറ്റേഷൻ ടൈം നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെ ആ ക്ലൈമറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ എത്ര സമയമാണോ വേണ്ടതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് പ്രഷർ കൊടുക്കാതെ പതുക്കെ നന്നായിട്ടൊന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. നമ്മളിപ്പോൾ ഈ മാവിന്ന് കുറച്ച് ഭാഗം മാത്രമേ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ. അപ്പോൾ കുറച്ച് പോർഷൻ മാത്രം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇഡ്ഡലി തട്ട് എടുത്തിട്ട് ഇഡ്ഡലി തട്ടിൻ്റെ കുഴികളിലൊക്കെ ആദ്യം കുറച്ച് എണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് വേറിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനായിട്ടിപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ എന്ത് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നല്ലെണ്ണയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ ഓരോ കുഴിയിലും അത്യാവശ്യം നിറയുന്ന രീതിയിൽ തന്നെ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി പാത്രത്തിൽ ആദ്യം വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ തട്ട് വെച്ച് കൊടുക്കാം. ഈ ഒരു ഇഡ്ഡലി പാത്രത്തിൽ നമുക്ക് 3 തട്ട് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ഒരു തട്ടിൽ മാത്രമേ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്കത് അടച്ചു വെച്ചിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ആദ്യത്തെ 5 മിനിറ്റ് നേരം നമുക്കത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചാലാണ് ഇഡ്ഡലി നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. അതിനുശേഷം നമുക്ക് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ഖുഷ്ബു ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ വെന്തോന്ന് അറിയാനായിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു കത്തിയോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഇൻസേർട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഇനി ഇത് തണുക്കാനായിട്ട് നമുക്ക് പുറത്തെടുത്ത് വെക്കാം. നന്നായി തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ഈ തട്ടുന്ന എടുക്കാം. കണ്ടില്ലേ, തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇഡ്ഡലിയാണ്. നമ്മളിതിൽ ചവ്വരി ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് ഈ ഇഡ്ഡലിക്ക് ഇത്രയും നല്ലൊരു വെളുത്ത കളർ കിട്ടിയിട്ടുള്ളത്, അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് തണുത്ത് വരട്ടെ. അതിന് ശേഷം നമുക്ക് ഇതൊന്ന് എടുക്കാം. പിന്നെ നമ്മൾ പൊതുവെ ഇഡ്ഡലി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇഡ്ഡലി തട്ട് തണുത്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ ഇഡ്ഡലി തട്ടിൻ്റെ ബാക്ക് സൈഡിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ ചൂടൊന്ന് കുറയുമ്പോൾ ഇഡ്ഡലി നമുക്ക് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു ടിപ്പ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഇനി ഈ തട്ട് നന്നായിട്ട് തണുത്ത് വന്നാൽ നമുക്കതൊരു സ്പൂണോ അല്ലെങ്കിൽ ഒരു കത്തി എന്തെങ്കിലും വെച്ചിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ സ്പൂണ് കുറച്ച് വെള്ളത്തിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ഇങ്ങനെ ഇളക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇഡ്ഡലിയാണിത്. ഇനി നമുക്കിതിൽ ഒന്ന് എടുത്തിട്ട് ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഇതിൻ്റെ ഉൾഭാഗം നോക്കൂ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇഷ്ടപ്പെട്ട ചട്നിയുടെയും സാമ്പാറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാം. അപ്പോൾ ഈ സോഫ്റ്റ് ഇഡ്ഡലിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കുന്ന സമയത്ത് എന്തായാലും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, അതായത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും മറക്കാതെ എനേബിൾ ചെയ്ത് വെക്കണം. അപ്പോഴാണ് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ ഇനി നല്ലൊരു ഈസി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്